അപ്പൊ എൻ്റെ കുഞ്ഞിനോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതെൻ്റെ പൊന്നുമോന്, എൻ്റെ കരളിൻ്റെ കരളായ അനീസ് മോനാണ്. നിങ്ങളെല്ലാവരും സഹായിച്ച മോനാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നൊരു മോനാണ്. നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത മോനാണ്. നിങ്ങളെല്ലാവരും ധാരാളം തവണ അനീസ് മോന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരുപാട് തവണ പല ആളുകളും വീഡിയോ ചെയ്യുമ്പോൾ വന്നിട്ട് നിങ്ങളോട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലരും എന്താണ് അനീസ് മോൻ്റെ അവസ്ഥ, ഇപ്പം അനീസ് മോൻ എങ്ങനെയുണ്ട്, ഫണ്ടായോ, അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഉസ്താദിന് കോടികൾ വന്നു, ഉസ്താദിൻ്റെ ആഡംബര ജീവിതത്തിനാണ്, അടിച്ചുപൊളി ജീവിതത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും കാണാറുണ്ട്. സ്വാഭാവികമാണ്. കൈനീട്ടാന്ന് പറയുന്നത് വലിയ നല്ല കാര്യമൊന്നും അല്ല എന്ന് എനിക്കറിയാം. എന്നെ അനീസ് മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ജനിച്ച അന്ന് നാൾ തൊട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം അനീസ് മോൻ്റെ പഴയ അവസ്ഥകളൊക്കെ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഒരുപാട് മാറ്റം നിങ്ങൾ കാരണമായിട്ട്, നിങ്ങൾ സഹായിച്ചിട്ട്, നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കുഞ്ഞിക്ക് എൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ മരിക്കുന്നതിന് മുമ്പ്, എൻ്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് എൻ്റെ അനീസ് നല്ലൊരു ഭക്ഷണം കഴിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു യാചനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളൊക്കെ തന്നതുകൊണ്ടാണ് ഇതുവരെ അനീസ് മോനെ ചികിത്സിച്ചത്. ഓരോ മാസവും എൻ്റെ കുഞ്ഞിന് നാവ് മുറിച്ച് നാവ് ഇങ്ങനെ വീർത്ത് വരും. അത് മുറിച്ചിട്ടാണ് അനീസ് മോനെ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് എത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെയാണ്. എനിക്കൊരു ജോലിക്കോ കാര്യത്തിനൊന്നും പോകാൻ പറ്റും. പലരും അധ്വാനിച്ച് ജീവിച്ചുവിടടാ, അധ്വാനിച്ച് മോനെ ചികിത്സിച്ചുവിടടാ ചോദിച്ചു. ഒരിക്കലും സാധിക്കില്ല. നേരിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു, അവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചികിത്സിച്ചതും സിംഗപ്പൂരിൽ ചികിത്സ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിവൃത്തികേട് കൊണ്ടാണ് ഒരുപാട് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് പണ്ടൊന്നും ആയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇന്നേ വരെ അവൻ്റെ ചികിത്സ നിങ്ങൾ ഓരോരുത്തരുടെ കാരണമായിട്ട് ഇന്നേ വരെ മുടങ്ങിയിട്ടൊന്നുമില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങിയിട്ടൊന്നുമില്ല. ഇനി ഇങ്ങനെ കൈനീട്ടാൻ പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് സ്വന്തമായ ഒരു വീട് പോലും ഞങ്ങൾക്കില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ കുഞ്ഞിക്ക് എന്തെങ്കിലും ഉണ്ടാകണം. എൻ്റെ കുഞ്ഞിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് സത്യം പറയാ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇരുത്തിയിട്ടാ പറയുന്നത്, ഞാൻ തളർന്നു പോവാണ്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ 8 വർഷമായിട്ട് ഇങ്ങനെ അനുഭവിക്കുക. ഒരു നേരം ഒരു രുചിയുള്ള ഭക്ഷണം ഇന്നേ വരെ ഈ ആയുസ് വരെ എൻ്റെ കുഞ്ഞ് കഴിച്ചിട്ടില്ല. 8-9 വയസ്സാവാനായി. എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ഒന്ന് നോക്കിക്കേ. എൻ്റെ കുഞ്ഞിൻ്റെ നാവ് നോക്കിക്കേ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ അവസ്ഥയുടെ ഞാൻ വെക്കുന്നുണ്ട്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ഓരോ അവസ്ഥകൾ ഇവിടെ വെക്കുന്നുണ്ട്. അനീസ് മോന്റെ നാവിന്റെ സുഖാവും, സർജറി നടത്തും, വീണ്ടും അതേ അവസ്ഥ വരും. എന്നാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് എൻ്റെ കുഞ്ഞിനെ എത്തിയിട്ട് നിങ്ങളോട് ചോദിക്കാം, അനീസ് മോനെ സ്നേഹിക്കുന്ന ആളുകൾ, നിങ്ങളോട് ആരോടും ഞാൻ നിർബന്ധിക്കില്ല, ഇഷ്ടമുള്ള ആളുകൾ എൻ്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കൽ കൂടി എന്നെ സഹായിക്കണം. അവസാനമായിട്ട് നിങ്ങളോട് ചോദിക്കാം, ഇനി എനിക്ക് കൈനീട്ടാൻ താല്പര്യം ഇല്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇരുത്തിയിട്ടാ പറയാം, ആഡംബരമായ ജീവിതത്തിനൊന്നല്ല, എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ തന്നെയാണ്. എനിക്ക് എന്താ ആഡംബരമാണ്? എൻ്റെ കുഞ്ഞ് ഒരു നേരം ഒരു രുചിയുള്ള ഭക്ഷണം എൻ്റെ കുഞ്ഞ് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ എൻ്റെ കുഞ്ഞിക്ക് സാധിക്കും. എത്രയോ തവണ എൻ്റെ കുഞ്ഞ് ചോദിച്ചത് പരിഹാസം കേൾക്കാനും ഞാൻ തയ്യാറാ. എനിക്കതിലൊന്നും സങ്കടമില്ല. കാരണം എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന്റെ മുമ്പിലാ, എൻ്റെ അനിയന്റെ മുമ്പിലാ. എൻ്റെ അനിമോൻ ചോദിക്കൂ, ഉപ്പ മോനക്ക് വേദന വരുമ്പോ ഞാൻ പറയും, വേദനിക്കണ്ടടാ മോന്, വിഷമിക്കണ്ടടാ, റബ്ബിന്റെ പരീക്ഷനാണ്, ദൈവത്തിന്റെ പരീക്ഷനാണെന്ന് പറയുമ്പോ എൻ്റെ കുഞ്ഞ് പറയും, ഉപ്പാക്ക് അങ്ങനെയൊക്കെ പറയാൻ സാധിക്കൂ? ഞാനല്ലേ വേദന അനുഭവിക്കേണ്ടത്? എന്നാ ഉപ്പാന്റെ നാവ് എനിക്ക് തരുവോ? എൻ്റെ നാവ് ഉപ്പ എടുക്കുമെന്ന് എൻ്റെ കുഞ്ഞ് എത്രയോ തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ എന്റെ കുഞ്ഞിനോട് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കായിരിക്കില്ല. ഞാൻ എന്നേ എന്റെ കുഞ്ഞിക്ക് കൊടുക്കരുത്. എന്റെ ആയുസ് അടുത്തുറപ്പ് എന്റെ കുഞ്ഞിന് കൊടുത്താലും എന്റെ കുഞ്ഞിക്ക് കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടി മാത്രമാണ്. ഞാൻ എങ്ങനെ നിങ്ങളെ ബോധ്യപ്പെടുത്തോടൊന്നും അറിയില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കണക്ക് നിങ്ങളെല്ലാരും ചോദിക്കുന്ന കണക്ക് ഞാൻ തരും. എന്റെ കുട്ടിയെ നിർത്തിയിട്ടാ പറയുന്നത്. അത് ഞാൻ തരും. എന്റെ മോനെന്ന് ജീവിതത്തിലേക്ക് ഒന്ന് നല്ല രീതിയിൽ കടന്നു വരട്ടെ. നിങ്ങളെല്ലാരും എന്റെ കുഞ്ഞിനെ സഹായിക്കണം, എന്നെ സഹായിക്കണം. ഇഷ്ടം ആരെയും ഞാൻ നിർബന്ധിക്കല്ല. നിങ്ങൾക്ക് പറ്റുന്നൊരു സഹായം നിങ്ങളെല്ലാവരും ചെയ്തു തരണമെന്ന് ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. എത്രയോ ആളുകൾ അനീസ്മോനെ ഇവിടെ കാണാൻ നേരിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അനീസ്മോന്റെ വേദന പ്രയാസം അറിയാം. ഇന്ന് ആ വിപ്പ് സ്റ്റിച്ചിട്ടിട്ടുള്ളത്. രാത്രി ഉറങ്ങാനൊന്നും എൻ്റെ കുഞ്ഞിക്ക് പറ്റുന്നില്ല. എത്ര ദിവസമായിരുന്നു എൻ്റെ കുഞ്ഞ് ഞാനൊന്ന് ഉറങ്ങിയിട്ട്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും.